ഒരു കാലത്ത് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ നല്ല ഭരണം കാരണം സീറ്റുകൾ കൈവിട്ടു പോയെന്ന് മാത്രമല്ല, കോൺഗ്രസ് എന്ന പാർട്ടി പതിയെ പതിയെ മാഞ്ഞു പോകുമോ എന്ന ആശങ്ക ഇന്ന് പ്രവർത്തകർക്കും നേതാക്കൾക്കുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വീണ്ടും വിചാരം ഉണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റിനും. സച്ചിന്റെ വാക്കുകൾ കേട്ട് ഈ ഒരു വീണ്ടും വിചാരം പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയല്ലോ എന്നാണ് അണികൾ ചിന്തിക്കുന്നത്. വളരെ നല്ലൊരു ഉപദേശം തകർന്നടിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന് നൽകിയിരിക്കുകയാണ് സച്ചിൻ പൈലറ്റ്. BJP തകർന്നടിയുമെന്ന് കാത്തിരുന്നാൽ ബാക്കിയുണ്ടാവുക കോൺഗ്രസിന്റെ ചാരം മാത്രമായിരിക്കുമെന്നാണ് സച്ചിൻ പൈലറ്റ് പറയുന്നത്. കൂടാതെ നഷ്ടമായ പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്നും രാജസ്ഥാൻ മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സച്ചിൻ പൈലറ്റ് പറയുന്നു. ജനങ്ങൾക്ക് BJPയെ മടുക്കുമെന്നത് വെറും കാത്തിരിപ്പ് മാത്രമാണ്. എല്ലാ നേതാക്കളും ഇക്കാര്യം മനസ്സിലാക്കണമെന്നും സച്ചിൻ പൈലറ്റ് പറയുന്നു. കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കോൺഗ്രസിന്റെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചേ മതിയാകൂ. ഇതിനായി നേതാക്കൾ മുതൽ താഴെ തട്ടിലുള്ള പാർട്ടിയുടെ പ്രവർത്തകർ വരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലണം. BJP അവർക്ക് മടുക്കുന്നത് വരെ നാം കാത്തിരിക്കരുത്. ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തുമെന്നത് പ്രതീക്ഷ മാത്രമാണ്. അതിനു മുൻപ് ജനങ്ങൾക്കിടയിലേക്ക് പോയി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കണമെങ്കിലും അല്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്നും കോൺഗ്രസ് നേതാക്കൾക്ക് സച്ചിൻ പൈലറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ ഈ വർഷം കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അടുത്തിടെ നടന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കനത്ത തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സച്ചിൻ പൈലറ്റിന്റെ ഉപദേശമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മുതൽ ജില്ലാ കമ്മിറ്റികളിലായിരിക്കും തങ്ങളുടെ ശ്രദ്ധയെന്ന് അടുത്തിടെ കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കിയിരുന്നു. പിന്തുടരുന്ന രീതികളിൽ നിന്നും പാർട്ടിയെ ഉടച്ചു വാർക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമെന്നാണ് സൂചന. അതേസമയം ഇന്ന് BJPയുടെ വളർച്ച കോൺഗ്രസ് പാർട്ടിയെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്നിട്ട് കഴിയാത്തതിനാൽ ഇന്ത്യ മുന്നണിയുണ്ടാക്കി മോദിയെ തോൽപ്പിക്കാൻ ഇറങ്ങിയിട്ടും ഒന്നും നടന്നില്ല. ഇന്ത്യ മുന്നണി തന്നെ അടപടലം പൊളിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനാൽ ഇനിയെങ്കിലും സച്ചിൻ പൈലറ്റിന്റെ വാക്കുകൾ കോൺഗ്രസ് അനുസരിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.